നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക് വെക്കുന്ന ഒരു ചെറുപ്പക്കാരനായി ഖാലിദ് സാഹിബിന്റെ കാലത്ത് മരണപ്പെട്ടു പോയ എത്ര ആളുകളുണ്ട്. പക്ഷേ ഇന്നലെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോഴും പേരോട് ഉസ്താദ് അവർകളോ ഖാലിദ് സാഹിബിനെ പറയുകയാണ്, ഞങ്ങൾ അറിയാതെ ചിന്തിച്ചു പോയി, പടച്ചവനെ ഈ SSFന്റെ ത്രിവർണ്ണ പതാക ഏറ്റെടുത്ത് നിന്റെ ദീനിനു വേണ്ടി സംഘടനയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണല്ലോ, ആരും പറഞ്ഞിട്ടല്ല, അറിയാതെ ലക്ഷോപലക്ഷങ്ങൾ ദുആ ചെയ്യുകയാണ്. ചൊക്ലിയിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഖാലിദ് സാഹിബിന്റെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കണം അല്ലാഹ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ എവിടെയെല്ലാം ഉണ്ടോ, വെള്ളിമാട് കുന്നിലെ ബാദുഷയും കാരാത്തോട് അബ്ദുള്ളയും കൊടുങ്ങല്ലൂരിലെ സമീറും അടക്കമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ആ ചെറുപ്പക്കാരൊക്കെ വിധങ്ങളെ ഇഷ്ടം വെച്ച് പ്രതികൂല സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ് അതാ കേരളത്തിലുടനീളമുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ക്യാമ്പസുകളിൽ റബീഉൽ അവ്വൽ വരുമ്പോ ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു ചെല്ലാൻ പറ്റുന്ന ആയിരക്കണക്കിന് മക്കളെ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണിത്. ആലിമീങ്ങൾ പ്രാർത്ഥന കിട്ടിയ സംഘടനയാണിത്. ഉമ്മമാരെ, അതുകൊണ്ട് നിങ്ങൾ ഇതിന് തരുന്ന ഓരോ ചില്ലിക്കാശും, ഇതിലേക്ക് പറഞ്ഞു വിടുന്ന ഓരോ മക്കളും നിങ്ങൾക്ക് നാളെ സ്വർഗത്തിലേക്കുള്ള മുൻവിരുന്നാണ്. അല്ലാഹ് ഞങ്ങളുടെ എല്ലാം ഖൽബുകൾ ഹബീബായ തങ്ങളിലേക്ക് അടുപ്പിച്ചു തരണേ അല്ലാഹ്. ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ഒരാളായ വെള്ളിലെ ഉസ്താദ് ജന്നത്തുൽ ബഖീഇൽ കിടക്കുന്നുണ്ട്. അറിയുമോ, ഞങ്ങളും ഹജ്ജിന് പോയ വർഷമായിരുന്നു അത്. പാതിരാത്രി സമയമായപ്പോ ഞങ്ങളുടെ വാഹനത്തിലേക്ക് എന്റെ ജ്യേഷ്ഠൻ മറ്റൊരു വാഹനത്തിലുണ്ട്, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി. അവിടുന്ന് വിളിച്ചു, മോനെ നിങ്ങൾ യാത്രയൊക്കെ റാഹത്തല്ലേ? അതേ, എന്തേ എന്ന് അന്വേഷിക്കുമ്പോ ഏതോ ഒരു വണ്ടി അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വാഹനം മുന്നോട്ട് നീങ്ങുകയാണ്. അല്പം കഴിഞ്ഞപ്പോ റോഡിന്റെ വക്കിൽ 3 ജനാസ കിടക്കുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട വാഹനമുണ്ട്. അവിടുത്തെ നിയമപ്രകാരം ഞങ്ങൾക്കിറങ്ങാൻ വഴിയില്ല, ഞങ്ങൾക്കിറങ്ങാൻ അവിടെ നിയമമില്ല, നോക്കാൻ അവസരമില്ല. ഈ റോഡ് വക്കിൽ കിടക്കുന്നതാരാണെന്ന് അറിയുന്നില്ല. അവസാനം മദീനയിലെ ഇസ്തിഖ്ബാലുൽ ഹുജ്ജാത്തിൽ ചെന്നപ്പോ നാട്ടിൽ നിന്ന് ഫോണുകൾ വരികയാണ്, ഞങ്ങളുടെ വെള്ളിലെ ഉസ്താദിന് എന്ത് പറ്റി? ഇവിടെയുള്ള ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് ഇവിടെയുള്ള ആയിരക്കണക്കിന് യൂണിറ്റിലെ 10,000കണക്കിന് മക്കൾ അതാ ദുആ ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട വെള്ളിലെ ഉസ്താദിന് വേണ്ടി. അവസാനം അന്ന് മഹാനവറുകളെ ജന്നത്തുൽ ബഖീഇൽ ഖബറടക്കിയപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ചാരത്ത് അധികം ദൂരമല്ലാതെയാണ് മഹാനവറുകളെ മറമാടിയത്. പ്രിയമുള്ളവരെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ദേവറസൂൽ ഉസ്താദ് അടക്കമുള്ള ആളുകളോട് എപ്പോഴാണ് നിങ്ങളുടെ വണ്ടി പോവുക, ഞങ്ങളുടെ വണ്ടി പോവുക എന്ന് ചോദിക്കുമ്പോ ഞാൻ പോയിട്ടേ നിങ്ങൾ എല്ലാവരും പോകൂ എന്ന് പറഞ്ഞിട്ട് നേരത്തെ യാത്രയായ വെള്ളിലെ ഉസ്താദ് അതാ നമ്മുടെ കൽബിൽ നിറഞ്ഞു നിൽക്കുന്നില്ലേ? അല്ലാഹ് അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. പ്രിയമുള്ള ചെറുപ്പക്കാരെ, ഇങ്ങനെ ഒരു ദുആ കിട്ടാനാണ് SSFകാരനാവുന്നത്. ഇങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടാനാണ് നിങ്ങളുടെ മക്കളെ SSFിലേക്ക് അയക്കുന്നത്. ഹബീബായ തങ്ങളോട് മഹബത്ത് പഠിക്കാനാണ്, പഠിപ്പിക്കാനാണ്. SSF 6000-ൽ ചില്ലാനം വരുന്ന യൂണിറ്റുകളിൽ ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നു.
പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്ത് അല്ലാഹുവിന്റെ ദീൻ അത് നമുക്ക് കഴിയുമ്പോൾ സേവനം ചെയ്ത് ഇമാമിങ്ങൾ അവരുടെ മദ്ഹബ് കൊണ്ട് ചെല്ലുമ്പോ, വസാലിമാവതങ്ങൾ അവിടുത്തെ കൊണ്ട് ചെല്ലുമ്പോ, അബുൽ ഖാസിമുർ റസാഇ തങ്ങളുടെ തദ്കിറയും കൊണ്ട് ചെല്ലുമ്പോ, ഇബ്നു ഹജർ തങ്ങൾ തുഹഫയും കൊണ്ട് ചെല്ലുമ്പോ, ഇബ്നു തായില്ലാഹി തങ്ങളെ ഹിക്കമും കൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എസ്എസ്എഫിന്റെ പതാകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനം ഹബീബിന് പൊരുത്തപ്പെട്ട പ്രവർത്തനമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ മുഴുവനും നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഹബീബായ നബിയുടെ സന്നിധിയിൽ ചെന്ന ഒരു അതിഥിയുടെ സംഭവം മാത്രം പറഞ്ഞു ഞാൻ നിർത്തുന്നു. അതിനു മുമ്പ് നിങ്ങളോട് ഞാൻ ആ സംഭവം പറഞ്ഞിട്ട് പിന്നെ ആ ഒരു റാഹത്തിൽ ദുആ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് അതിനു മുമ്പ് പറയാനുള്ളത്, എസ്എസ്എഫ് എന്ന മഹത്തായ സംഘടന കോടിക്കണക്കിന് രൂപയുടെ ചെലവുകൾ ഉള്ള മഹത്തായ സംഘടനയാണ്. എന്ന് പറഞ്ഞാൽ അതാ നൂറുകണക്കിന് മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സ്കോളർഷിപ്പും അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളും, അതേപോലെ ആ കുട്ടികൾക്കെല്ലാം ധാർമ്മികമായ സാഹചര്യവും, നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ ആചാരിക പഠനങ്ങൾ ഇറങ്ങാനുള്ള ഒരു ഗവേഷണ കേന്ദ്രത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം നമ്മളൊരു സ്ഥലത്തിന് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അത് വാങ്ങണമെങ്കിൽ 1.5 കോടി രൂപ വേണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതിലേക്കെല്ലാം നിങ്ങളുടെ സഹായം അർഹമുർ റഹീമായ റബ്ബ് നമ്മെ എല്ലാവരെയും പൊരുത്തപ്പെട്ട അടിമകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ.